യെമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണവുമായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തിയെന്ന് കാന്തപുരം പറഞ്ഞു. ഞങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ലെന്നും കടമ മാത്രമാണ് നിർവഹിച്ചതെന്നും ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് പരിഭവം പരസ്യമാക്കി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ദിവ്യ. ചടങ്ങിനെത്തില്ലെന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ഓഫീസിൽ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയത്. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്കു മറുപടിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ ഗാന്ധിയുടേത് നാടകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വർഷത്തിൽ 6 തവണയെങ്കിലും വിദേശത്ത് ടൂർ പോകുന്ന രാഹുലിന് ഇവിടത്തെ ഇലക്ഷൻ സംവിധാനത്തെക്കുറിച്ച് അറിയില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ അണികൾക്ക് അതൃപ്തിയുണ്ടെന്നും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിന്റെ നാടകമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ ഒരു മതേതര പാർട്ടിയേയുള്ളൂ, അത് ബി.ജെ.പി. ആണെന്നും മറ്റുള്ള പാർട്ടികളെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമുകളാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ബി.ജെ.പി. ഇനിയും ക്രിസ്മസിന് കേക്കുമായി ക്രൈസ്തവ പുരോഹിതരെ കാണാൻ പോകും, ഓണത്തിന് ചിപ്സും കൊണ്ടുപോകും, റംസാനും ആഘോഷിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ബി.ജെ.പി. എല്ലാവരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണെന്നും എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പിന്നിലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ബജ്രംഗ് ദൾ പ്രതിഷേധം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കെതിരെയാണ് ബജ്രംഗ് ദൾ പ്രതിഷേധവുമായി എത്തിയത്. ഒരു പാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ബഹളം വെച്ചതെന്നാണ് വിവരം. ജയിലിനേക്കാൾ നല്ല ഭക്ഷണം സ്കൂളുകളിൽ നൽകണമെന്ന നടൻ കുഞ്ഞാക്കോ ബോബന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി. കുഞ്ചാക്കോ ബോബൻ ജയിലിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണെന്നും ആ കാലമൊക്കെ കഴിഞ്ഞെന്നും സരിൻ ശശി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇപ്പോൾ സ്കൂളുകളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണെന്നും സരിൻ ശശി കുറിപ്പിൽ പറയുന്നു. ഗായകൻ യേശുദാസിനെതിരെ നടൻ വിനായകൻ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മലയാളി പിന്നണി ഗായകരുടെ സംഘടനയായ സമം. യേശുദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വിനായകൻ സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തിയ അസഭ്യവർഷം മലയാളി സമൂഹത്തിന് അപമാനകരവും തികച്ചും അപലപനീയവുമാണെന്ന് അവർ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു. പോലീസ് വാഹനങ്ങൾ അംഗീകൃതമല്ലാത്ത വർക്ക്ഷോപ്പുകളിൽ വ്യാപകമായി അറ്റകുറ്റപ്പണി നടത്തുന്നുവെന്ന് ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ റിപ്പോർട്ട്. വാഹനങ്ങൾ പരിപാലിക്കുന്നതിൽ മോട്ടോർ ടെക്നിക്കൽ വിഭാഗത്തിന് ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം AR ക്യാമ്പിലെ വാഹന അറ്റകുറ്റപ്പണികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പരിശോധനാ വിഭാഗം ശുപാർശ ചെയ്തു. ഷാർജയിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഭർത്താവ് സതീഷിന് കൊല്ലം സെഷൻസ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. 2 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് സതീഷിന് അനുവദിച്ചിരിക്കുന്നത്. അതുല്യയുടെ മരണം കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ലെന്നാണ് ജാമ്യ ഉത്തരവിൽ പറയുന്നത്. ഇന്നലെ രാവിലെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ സതീഷിനെ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് വലിയതുറ പോലീസിന് കൈമാറി. 9ാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് CBSE അംഗീകാരം നൽകിയതായി റിപ്പോർട്ട്. 2026-27 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE തീരുമാനിച്ചുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. മനഃപാഠമാക്കുന്ന പ്രവണത കുറച്ച് ആശയങ്ങൾ മനസ്സിലാക്കി ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ജില്ലയിലെ ധാരാലി ഗ്രാമത്തിൽ മിന്നൽ പ്രളയം നാശം വിതച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതർക്ക് സർക്കാർ മതിയായ ധനസഹായം നൽകിയില്ലെന്ന് പരാതി. 5000 രൂപയുടെ ചെക്ക് ഗ്രാമീണർ നിരസിച്ചു. എല്ലാം നഷ്ടമായ ഗ്രാമീണരെ സംബന്ധിച്ച് ഈ തുക പര്യാപ്തമല്ലെന്നാണ് പരാതി. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് മുൻപായി 2 പേർ തന്നെ സമീപിച്ചെന്നും സംസ്ഥാനത്തെ 288 സീറ്റുകളിൽ 160 സീറ്റുകൾ NCPയും കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷത്തിന് ഉറപ്പു നൽകിയെന്നും NCP അധ്യക്ഷൻ ശരത് പവാർ വെളിപ്പെടുത്തി. ഇവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പരിചയപ്പെടുത്തിയെന്നും ഇതല്ല നമ്മുടെ രീതിയെന്നും രാഹുൽ പറഞ്ഞുവെന്നും അവരുടെ സീറ്റ് വാഗ്ദാനം താനും രാഹുലും നിരസിച്ചുവെന്നും പവാർ കൂട്ടിച്ചേർത്തു. ദില്ലിയിലെ CBCI ആസ്ഥാനത്തിന് മുൻപിൽ പോലീസ് കാവലേർപ്പെടുത്തി. ദലിത് ക്രൈസ്തവർക്ക് സംവരണം ആവശ്യപ്പെട്ട് നടക്കാനിരിക്കുന്ന പരിപാടിക്ക് മുന്നോടിയായാണ് പോലീസ് കാവൽ. മുൻകൂട്ടി അറിയിപ്പില്ലാതെയാണ് പോലീസ് കാവലെന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ മാത്യു കോയ്ക്കൽ കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന് പിന്നിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ടെക്നോളജിയുടെ വിജയമാണ് കണ്ടത്. അതിർത്തി കടന്ന കിലോമീറ്ററുകളപ്പുറമുള്ള തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർക്കാൻ നമ്മുടെ സേനയ്ക്കായി എന്നും ഇന്ത്യയുടെ പുതിയ മുഖം ലോകത്തെ കാണിക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞുവെന്നും നരേന്ദ്രമോദി ബംഗളൂരുവിൽ പറഞ്ഞു.
ഇന്ത്യ-പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തുന്ന അവകാശവാദത്തെ വിമർശിച്ച് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാന് പോലും ഉറപ്പില്ലെന്നും പാകിസ്ഥാൻ മേധാവിക്ക് ഫീൽഡ് മാർഷൽ മേധാവി പദം ലഭിച്ചത് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്കറിയാവുന്ന വിവരമെന്നും ദ്വിവേദി പരിഹസിച്ചു. പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്നും പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിന്റെ പകുതിയും ഒപ്പം തകർക്കുമെന്നും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞു. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കുമെന്നും സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസീം മുനീർ പറഞ്ഞു. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ലെന്നും കശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും അസീം മുനീർ കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ പാകിസ്ഥാൻ വ്യവസായികളുടെ പരിപാടിയിലാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ പ്രകോപന പ്രസ്താവനകൾ നടത്തിയത്. ചൈനയിൽ ഭാവി വിദേശകാര്യ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നയതന്ത്ര വിദഗ്ധൻ ലീ ജിയാൻചോ കസ്റ്റഡിയിലാണെന്ന് റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വിദേശ സന്ദർശനത്തിന് ശേഷം ജൂലൈ അവസാനത്തോടെ ചൈനയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ലീയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയ്ക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ആലോചിക്കുന്നു ഇന്ത്യ. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് പകരം തീരുവ ഏർപ്പെടുത്താനാണ് ആലോചന. റഷ്യ-യുഎസ് ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും ഉയർന്നുവരാനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ ശക്തമായി അപഗ്രഥിച്ചു ഖത്തർ. യുദ്ധം മൂലം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടുന്ന മേഖലയിൽ ഈ നടപടി സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെ തകർക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ സ്വർണ്ണ നേട്ടവുമായി മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ. സീസണിലെ മികച്ച ദൂരമായ 8.13 മീറ്റർ ദൂരം അവസാന ശ്രമത്തിൽ കണ്ടെത്തിയാണ് മലയാളി താരത്തിന്റെ നേട്ടം. ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച ഇംഗ്ലീഷ് ക്ലബ് ക്രിസ്റ്റൽ പാലസിന് കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം. നിശ്ചിത സമയത്തിൽ ഇരുതാരികളും 2 ഗോളുകൾ വീതമടിച്ചാണ് സമനിലയിൽ പിരിഞ്ഞത്. ഷൂട്ടൌട്ടിൽ സൂപ്പർ താരം മുഹമ്മദ് സലായടക്കം 3 താരങ്ങൾക്ക് ലക്ഷ്യം തെറ്റിയതോടെ ക്രിസ്റ്റൽ പാലസ് കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു. ഓഹരി വിപണിയിൽ 10 മുൻനിര കമ്പനികളുടെ വിപണി മൂല്യത്തിൽ 6 എണ്ണത്തിനും ഇടിവ്. വെള്ളിയാഴ്ച അവസാനിച്ച ആഴ്ചയിൽ 6 മുൻനിര കമ്പനികളുടെ വിപണി മൂല്യത്തിൽ 1,36,151 കോടിയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും അധികം നഷ്ടം നേരിട്ടത് റിലയൻസ് ആണ്. കഴിഞ്ഞയാഴ്ച BSE സെൻസെക്സ് 742 പോയിന്റാണ് ഇടിഞ്ഞത്. റിലയൻസിന് പുറമെ HDFC ബാങ്ക്, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികളാണ് നഷ്ടം നേരിട്ടത്. അതേസമയം TCS, SBI, LIC, ബജാജ് ഫിനാൻസ് ഓഹരികൾ നേട്ടമുണ്ടാക്കി. റിലയൻസിന്റെ വിപണി മൂല്യത്തിൽ 34,710 കോടിയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 18,51,174 കോടിയായാണ് റിലയൻസിന്റെ വിപണി മൂല്യം താഴ്ന്നത്. HDFC ബാങ്കിന് 29,722 കോടിയും ICICI ബാങ്കിന് 24,719 കോടിയും ഇൻഫോസിസിന് 19,500 കോടിയും എന്നിങ്ങനെയാണ് മറ്റു കമ്പനികളുടെ വിപണി മൂല്യത്തിലുണ്ടായ ഇടിവ്. LICയുടെ വിപണി മൂല്യത്തിൽ 17,678 കോടിയുടെ വർധനമാണുണ്ടായത്. 5,77,187 കോടിയായാണ് LICയുടെ വിപണി മൂല്യം ഉയർന്നത്. TCSന്റെ വിപണി മൂല്യത്തിൽ 11,360 കോടിയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. റിലയൻസ് തന്നെയാണ് ഇത്തവണയും ഏറ്റവും അധികം മൂല്യമുള്ള കമ്പനി. വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ഇന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് പ്രതിപക്ഷത്തിന്റെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരിക്കും. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമടക്കം 300ഓളം MPമാർ പ്രതിഷേധത്തിൽ അണിനിരക്കും. ബീഹാറിലെ SIR റദ്ദാക്കണമെന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യ സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്. വോട്ട് കൊള്ളയ്ക്കെതിരായ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോരാട്ടം തുടങ്ങിയ രാഹുൽ തന്റെ പ്രചാരണത്തിന് ദേശീയ പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള തടയാനുള്ള പ്രചാരണത്തിനായി വോട്ട് ചോരി .in എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷന്റെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനുമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങുന്നതെന്ന് രാഹുൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ലെന്ന് കമ്മീഷൻ പറയുന്നു. ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തുവെന്നതിന് തെളിവെന്താണെന്നും അന്വേഷണത്തിനായി ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തതിന് തെളിവ് നൽകണമെന്നും കമ്മീഷൻ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് നോട്ടീസ് നൽകിയുള്ള കമ്മീഷന്റെ നീക്കം.
തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നോട്ടീസ് കാണിച്ച് പേടിപ്പിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ. ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്നും ഇതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്തു ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കി. റഡാറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. എംപിമാരായ കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ. രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നിവരടക്കം 160 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. സാങ്കേതിക തകരാറ് കാരണം അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനമെത്തിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. ആകാശത്ത് വട്ടമിട്ട് കറങ്ങിയ എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവത്തിൽ രൂക്ഷമായി പ്രതികരിച്ച കെ.സി. വേണുഗോപാലും അടൂർ പ്രകാശുമടക്കമുള്ള എംപിമാർ അടിയന്തര ലാൻഡിംഗിൽ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അടിയന്തര ലാൻഡിംഗിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 മണിക്കൂറോളം സമയം ചെന്നൈക്ക് മുകളിൽ പറന്നു എന്ന് അടൂർ പ്രകാശും പറഞ്ഞു. അരമണിക്കൂർ വൈകി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം 1 മണിക്കൂറിലേറെ പറന്നതിനു ശേഷം തകരാറ് കണ്ടതോടെ 2 തവണ ലാൻഡിംഗിന് ശ്രമിച്ച ശേഷം ചെന്നൈയിലിറക്കിയായിരുന്നു. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ CPIM മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിലെ CPI മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. CPM മന്ത്രിമാരെക്കാൾ വിധേയത്വമാണ് CPI മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ളതെന്നും മുഖ്യമന്ത്രിയുടെ മുൻപിൽ അമിത വിനയത്തോടെയാണ് ബിലോയ് വിശ്വം പെരുമാറുന്നതെന്നും ആരോപണമുയർന്നു. CPI ഭരിക്കുന്ന 4 വകുപ്പുകളും പരാജയമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായെന്നും കുറ്റപ്പെടുത്തലുണ്ട്. സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്നതിനുള്ള ശുപാർശയുമായി ബെവ്കോ. ഇത് സംബന്ധിച്ച വിശദമായ ശുപാർശ ബെവ്കോ MD ഹർഷിത അട്ടലൂരി സർക്കാരിന് സമർപ്പിച്ചു. വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ് ഓൺലൈനിലൂടെ നിബന്ധനകൾക്ക് വിധേയമായി മദ്യം വിൽക്കുന്ന ഒരുങ്ങുന്നത്. ഓൺലൈൻ മദ്യം വിൽപ്പനയ്ക്കായി ബെവ്കോ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കി. ഓൺലൈൻ മദ്യം വിൽപ്പന സംസ്ഥാനത്ത് പരിഗണനയിലില്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. വരുമാന വർധനവിന് പല വഴികൾ ആലോചിക്കേണ്ടി വരുമെങ്കിലും ഇപ്പോൾ ഓൺലൈൻ മദ്യം വിൽപ്പനയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും മദ്യനയ രൂപീകരണ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നിരുന്നുവെന്നും MB രാജേഷ് പറഞ്ഞു. ഓൺലൈൻ മദ്യം വിൽപ്പനയ്ക്കായി അനുമതി തേടിക്കൊണ്ട് ബെവ്കോ MD നൽകിയ ശുപാർശയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ലെന്ന് കമ്മീഷൻ പറയുന്നു. ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തുവെന്നതിന് തെളിവെന്താണെന്നും അന്വേഷണത്തിനായി ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തതിന് തെളിവ് നൽകണമെന്നും കമ്മീഷൻ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് നോട്ടീസ് നൽകിയുള്ള കമ്മീഷന്റെ നീക്കം. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിന് പ്രതിഷേധിച്ച ഭരണപക്ഷത്തുള്ള CPI MLA വനം വകുപ്പിനെതിരെ സമരം തുടങ്ങി. ഇടുക്കിയിലെ പീരുമേട് MLA വാഴൂർ സോമനാണ് വനം മന്ത്രിക്കും വകുപ്പിനുമെതിരെ രംഗത്തെത്തിയത്. ഇടുക്കിയിലെ പീരുമേട് മണ്ഡലത്തിൽ മാത്രം 3 പേരാണ് ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. തിലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ വിമർശനവുമായി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. പാംബ്ലാനി പിതാവിന് നിയോമുള്ളരുടെ അവസ്ഥ വരുമെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത്. ഹിറ്റ്ലറുടെ ആദ്യകാല ചെയ്തികളെ അനുകൂലിച്ച പാസ്റ്ററായ നിയോമുള്ളർക്ക് പിന്നീട് ജയിലിൽ കിടക്കേണ്ടി വന്നു. ചില പിതാക്കന്മാരിപ്പോൾ RSSനായി കുഴലൂട്ട് നടത്തുകയാണ്, സനോജ് വിമർശിച്ചു. ഓഗസ്റ്റ് 26-ന് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന 2 ഫ്രണ്ട് ലൈൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളായ INS ഉദയഗിരി F-35, INS ഹിമഗിരി F-34 എന്നിവ കമ്മീഷൻ ചെയ്യും. വ്യത്യസ്ത ഇന്ത്യൻ കപ്പൽശാലകളിൽ നിർമ്മിച്ച 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായിരിക്കും. പ്രോജക്ട് 17A ക്ലാസിലെ 2ാമത്തെ കപ്പലായ ഉദയഗിരി മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് MDL നിർമ്മിച്ചതാണ്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് GRSC നിർമ്മിച്ച ആദ്യ ക്ലാസിലെ ആദ്യ കപ്പലായ ഹിമഗിരിയും ഇതിനോടൊപ്പം ചേരും. ഷിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് പ്രോജക്ട് 17A ഫ്രിഗേറ്റുകൾ. ഡീസൽ എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന പിച്ച് പ്രൊപ്പല്ലറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് ഡീസൽ ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇവയ്ക്ക് കരുത്തു പകരുന്നത്. ഒരു ഇൻറ്റിഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്നത്.
നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെ കപ്പലാണ് ഉദയഗിരി. കപ്പലുകളുടെ യന്ത്രസാമഗ്രികൾ, അഗ്നിസുരക്ഷ, കേടുപാടുകൾ നിയന്ത്രിക്കൽ, നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവ പരീക്ഷിച്ച വിപുലമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് 2 യുദ്ധക്കപ്പലുകളും കമ്മീഷൻ ചെയ്യുന്നത്. വർക്കല എക്സൈസ് ഓഫീസിൽ മദ്യപിച്ചെത്തിയ പ്രിവന്റീവ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടറെ അസഭ്യം വിളിച്ചു കയ്യേറ്റത്തിന് മുതിർന്നതായി പരാതി. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. എക്സൈസ് ഇൻസ്പെക്ടർ സൂര്യനാരായണന്റെ പരാതിയിൽ പ്രിവന്റീവ് ഓഫീസർ ജെസീനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഫ്റ്റിയിൽ പരിശോധനയ്ക്ക് തയ്യാറാകാൻ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മദ്യപിച്ച് ഓഫീസിലെത്തിയ ജെസീനെ സൂര്യനാരായണൻ ചോദ്യം ചെയ്തു. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. പിന്നാലെ ജെസീൻ കയ്യേറ്റത്തിന് മുതിർന്നു. സഹപ്രവർത്തകർ ഇടപെട്ടു പിടിച്ചുമാറ്റിയെങ്കിലും ജെസീൻ പിന്മാറാതെ വന്നതോടെ സൂര്യനാരായണന്റെ പരാതിയിൽ ഇതേ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതിനും എക്സൈസ് ഇൻസ്പെക്ടറുടെ വടിയുതല തടസ്സപ്പെടുത്തിയതിനും ജെസീന്റെ പേരിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. AICCയുടെ വിദേശകാര്യ വിഭാഗത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ അദ്ദേഹം തുടരും. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച സർവകക്ഷി സംഘത്തിൽ ആനന്ദ് ശർമ്മ ഉൾപ്പെട്ടിരുന്നു. കഴിവുള്ള യുവനേതാക്കളെ കൊണ്ടുവരുന്നതിനായി വിദേശകാര്യ വിഭാഗം പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും ഇത് പ്രവർത്തനത്തിൽ തുടർച്ച ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ കഴിച്ച രാജിക്കത്തിൽ ആനന്ദ് ശർമ്മ പറയുന്നു. 4 പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ രാജ്യാന്തര കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ചിരുന്ന ആനന്ദ് ശർമ്മ രാജിക്കാര്യം നേരത്തെ ഖർഗെയുമായും സോണിയാഗാന്ധിയുമായും സംസാരിച്ചിരുന്നതായാണ് വിവരം. മനീഷ് തിവാരി, പല്ലം രാജു, ദീപേന്ദർ ഹൂഡ, സഞ്ജീവ് ജോസഫ്, രാഗിണി നായിക്, സഞ്ജയ് ചന്ദോക് എന്നിവർ ആനന്ദ് ശർമ്മയ്ക്ക് കീഴിൽ വിദേശകാര്യ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളാണ്. ലോകമെമ്പാടുമുള്ള സമാന ചിന്താഗതിക്കാർ പാർട്ടികളുമായി കോൺഗ്രസിന്റെ ബന്ധം കെട്ടിപ്പടുക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും വിഭാഗം സജീവമായി ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആനന്ദ് ശർമ്മ പറഞ്ഞു. നടനും എംപിയുമായ കമൽഹാസന്റെ കഴുത്തുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ ജൂനിയർ നടനെതിരെ പോലീസിൽ പരാതി. നടൻ സൂര്യയുടെ സന്നദ്ധ സംഘടനയായ അഗരം ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കമലിന്റെ വിവാദ പരാമർശം. രാജ്യത്തെ നിലവിലെ അവസ്ഥ മാറ്റാൻ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുമെന്നും സ്വേച്ഛാധിപത്യത്തിന്റെയും സനാതനത്തിന്റെയും ചങ്ങലകൾ തകർക്കാൻ കഴിയുന്ന ഒരേയൊരു ആയുധമാണ് വിദ്യാഭ്യാസമെന്നുമായിരുന്നു കമൽ പറഞ്ഞത്. ഇതോടെ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. സിനിമയിൽ സഹനടനായ രവിചന്ദ്രൻ ഇതിനു പിന്നാലെ സ്വകാര്യ ചാനൽ ചർച്ചയിൽ കമലിനെതിരെ വധഭീഷണി മുഴക്കിയതാണ് ആരോപണം. മക്കൾ നീതി മയ്യം വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇത് ചൂണ്ടിക്കാണിച്ച് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ചെന്നൈ എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെക്കുറിച്ച് പ്രതികരിച്ച് വിമാനത്തിലെ യാത്രക്കാരനായ UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ എയർ ഇന്ത്യ ഏർപ്പെടുത്തിയ പകരം വിമാനത്തിൽ കയറിയ ശേഷം മനോരമ ഓൺലൈനിനോട് ടെലിഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷപ്പെട്ടത് മഹാഭാഗ്യത്തിനാണ്. ഞാൻ, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ, തിരുനെൽവേലി MP റോബർട്ട് ബ്രൂസ് എന്നിവർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇന്നു നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ ആകെ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. രാത്രി 7:20 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ വൈകി 7:50 വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു. ചിലർ ആശങ്ക പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്.
വലിയ അപകടത്തിൽ നിന്ന് കരകയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കുട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കിട്ടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട AIC 2453 വിമാനമാണ് ഞായറാഴ്ച രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിലെ റഡാർ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലമായിരുന്നു അടിയന്തര ലാൻഡിംഗ്. വൈകിട്ട് 7:15 വിമാനം തിരുവനന്തപുരത്തു നിന്നും പറന്നുയരേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂറോളം വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു. ചിലർ ആശങ്ക പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണോ ഉണ്ടായത്? ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വലിയ അപകടത്തിൽ നിന്ന് കരകയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കുട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കിട്ടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. US താരിഫ് വർധനവിൽ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്നത്തെ ലോകത്ത് ദാദാഗിരി അഥവാ ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അവർ സാമ്പത്തികമായി ശക്തരും സാങ്കേതിക വിദ്യയും ഉള്ളതുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. കയറ്റുമതിയും സമ്പദ്വ്യവസ്ഥയും മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യക്ക് ആരുടെയും പിന്നാലെ പോകേണ്ടി വരില്ല എന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചു. നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സംസാരിക്കുകയായിരുന്നു ഗഡ്കരി. ദാദാഗിരിയിൽ മുഴുകുന്നവർ അങ്ങനെ ചെയ്യുന്നത് അവർ സാമ്പത്തികമായി ശക്തരായതിനാലും അവർക്ക് സാങ്കേതിക വിദ്യയുള്ളതിനാലുമാണ്. നമുക്ക് മികച്ച സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തില്ല എന്നും കാരണം ലോകത്തിന്റെ ക്ഷേമമാണ് ഏറ്റവും പ്രധാനമെന്നും സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു, ഗഡ്കരി പറഞ്ഞു. ആഗോളതലത്തിൽ നമ്മൾ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ്, അതായത് അറിവ്. അതൊരു ശക്തിയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 6 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുന്ന ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു. ഇതോടെ മൊത്തം താരിഫ് 50%. ഇതേ തുടർന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായതോടെയാണ് ഗഡ്കരിയുടെ പ്രസ്താവന. ഇത് US ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന വ്യാപാര പങ്കാളികളിലൊന്നായി ഇന്ത്യയെ മാറ്റി. തുണിത്തരങ്ങൾ മുതൽ രത്നങ്ങൾ വരെ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ പാർട്സ് എന്നിവരെയുള്ള എല്ലാ മേഖലകൾക്കും ഇത് കനത്ത തിരിച്ചടിയായി. ഫ്ലോറിഡയിൽ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസിം മുനീറിന്റെ പ്രതികരണം. ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അസിം മുനീറിന്റെ പ്രതികരണം. നമ്മളൊരു അണവരാജ്യമാണ്. നമ്മൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും, അസിം മുനീർ പറഞ്ഞു. US സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കൽ കുറിലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ US-ലെത്തിയതായിരുന്നു അസിം മുനീർ. സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ 250 മില്യൺ ജനങ്ങളെ അപകടത്തിലാക്കിയേക്കുമെന്നും അസിം മുനീർ പറഞ്ഞു. ഇന്ത്യ ഒരു അണട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല. ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല, അസിം മുനീർ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അതിവേഗം മാർഗം ഗാസ നഗരം പിടിച്ചടക്കൽ പദ്ധതിയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് ആയുധം താഴെവെക്കാൻ വിസമ്മതിക്കുകയാണ്. ഇതിനാൽ ഇസ്രായേലിന് ജോലി പൂർത്തിയാക്കിയ ഹമാസിന്റെ പരാജയം പൂർത്തിയാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല, നെതന്യാഹു പറഞ്ഞു. ഗാസയുടെ 70-75% ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ്.
എന്നാൽ ഹമാസിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഹമാസിനെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് തുടച്ചുമാറ്റാൻ ഗാസ നഗരം പിടിച്ചടക്കുകയല്ലാതെ വേറെ വഴിയില്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ ഗാസ കൈവശപ്പെടുത്താനല്ല മറിച്ച് സ്വതന്ത്രമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ 11 ആഴ്ചയായി ഏർപ്പെടുത്തിയ ഉപരോധം നിലവിലെ പട്ടിണി പ്രതിസന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ നെതന്യാഹുവിനോട് ചോദിച്ചപ്പോൾ ഇവിടേക്കെത്തിക്കുന്ന സാധനങ്ങൾ ഹമാസ് കൊള്ളയടിക്കുകയാണെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി. വർഷങ്ങൾക്ക് മുൻപ് US നൽകിയ ചെറിയ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യ അടുത്ത 2 മാസത്തിനുള്ളിൽ US നിർമ്മിച്ച 6500 കിലോഗ്രാം ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജൂലൈ 30-ന് GSLV F-16 റോക്കറ്റിൽ നാസർ ISRO സിന്തറ്റിക് ആപ്പർച്ചർ റഡാർ നൈസാർ ദൗത്യത്തിന്റെ ചരിത്രാത്മക വിക്ഷേപണത്തിന് പിന്നാലെ ISRO US-നായി മറ്റൊരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുമെന്ന് പൊതുപരിപാടിക്കിടയിൽ ISRO ചെയർമാൻ പറഞ്ഞു. 1963-ലാണ് ISRO സ്ഥാപിച്ചതെന്നും അന്ന് രാജ്യം വികസിത രാജ്യങ്ങളെക്കാൾ 6-7 വർഷം പിന്നിലായിരുന്നുവെന്നും നാരായണൻ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. അതേ വർഷം തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് US ചെറിയൊരു റോക്കറ്റ് സംഭാവന ചെയ്തു. 1965-ൽ US നൽകിയ ഉപഗ്രഹ ഡേറ്റ വഴി 6 സംസ്ഥാനങ്ങളിലെ 2400 ഗ്രാമങ്ങളിലായി 2004 ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ISRO വൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈ 30 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ഒരു ചരിത്ര ദിനമായിരുന്നു. നമ്മൾ നൈസാർ ഉപഗ്രഹം വിക്ഷേപിച്ചു. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഉപഗ്രഹമാണിത്. US-ൽ നിന്നുള്ള L ബാൻഡ് SAR പേലോഡും ISRO നൽകിയ S ബാൻഡ് പേലോഡും ഇതിലുൾപ്പെടും ഇന്ത്യൻ റോക്കറ്റാണ് ഈ ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ന് നമ്മൾ വികസിത രാജ്യങ്ങളുമായി തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നും നാരായണൻ അഭിപ്രായപ്പെട്ടു. 50 വർഷം മുൻപ് ഉപഗ്രഹ സാങ്കേതികവിദ്യ ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ISRO ഇതുവരെ 34 രാജ്യങ്ങളുടെ 433 ഉപഗ്രഹങ്ങൾ സ്വന്തം റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചു എന്നും നാരായണൻ പറഞ്ഞു. ചാണ്ഡീഗർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് EVML കുറ്റം ചാരിയതിന് പിന്നാലെ കോൺഗ്രസ് മറ്റൊരു വ്യാജ അജണ്ട പ്രചരിപ്പിക്കുകയാണെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായിബ് സിംഗ് സെയ്നി പറഞ്ഞു. വൻ മഹോത്സവ പരിപാടിക്കിടയിൽ കുരുക്ഷേത്രയിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കവേ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങളുടെ പേരിൽ കോൺഗ്രസിനെതിരെ നായിബ് സിംഗ് സെയ്നി രൂക്ഷമായ ആക്രമണം നടത്തി. 55 വർഷം രാജ്യം ഭരിച്ചവർക്ക് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്നതിനാൽ അവർക്ക് പുറത്തേക്കുള്ള വാതിൽ ജനങ്ങൾ കാണിച്ചുകൊടുത്തു എന്നും നായിബ് സിംഗ് സെയ്നി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ചിലർ വിമർശനം ശീലമാക്കുകയാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പങ്ക് ആശങ്കാകരമാണ്. EVMകളിലായിരുന്നു മുൻപ് അവർ കുറ്റം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ തള്ളിയ പ്രതിപക്ഷത്തെ ഒരു വലിയ നേതാവ് വോട്ട് കൊള്ള എന്ന മറ്റൊരു വ്യാജ അജണ്ടയുമായി വന്നിരിക്കുന്നു. വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കാരണം ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞതാണെന്ന് ആരെങ്കിലും അവരോട് പറയണമെന്നും നായിബ് സിംഗ് സെയ്നി പറഞ്ഞു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിച്ചാൽ വോട്ടെടുപ്പിൽ വലിയ ക്രിമിനൽ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 300 കിലോമീറ്റർ അകലെ നിന്ന് നിരീക്ഷണ വിമാനം ഇന്ത്യ വെടിച്ചിട്ടത് പാകിസ്ഥാന് വലിയ മാനസിക ആഘാതം സൃഷ്ടിച്ചുവെന്ന് റിപ്പോർട്ട്. 300 കിലോമീറ്റർ അകലെ നിന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വിമാനം വെടിച്ചിട്ടതിനെക്കുറിച്ച് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ പരാമർശം ഇന്ത്യയുടെ അഭൂതപൂർവമായ മാള സഹകരണ ബാങ്കിൽ 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് 21 പേരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. മാള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ മുൻ പ്രസിഡന്റും 20 ഭരണസമിതി അംഗങ്ങളും 2006 ഒക്ടോബർ മുതൽ 2024 ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിലായി വിലയില്ലാത്ത ഭൂമികൾ ക്രമക്കേട് നടത്തി ബാങ്കിൽ പണയപ്പെടുത്തി 10,7,69,991 രൂപ വായ്പയായി വാങ്ങുകയും തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു ചെയ്തത്. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുരുവിലശ്ശേരി വലിയ പറമ്പ് സ്വദേശി അതിയാരത്തു വീട്ടിൽ രാധാകൃഷ്ണൻ, ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരായിരുന്ന അബ്ദുള്ളക്കുട്ടി, ബിന്ദു പ്രദീപ്, ജെയ്സൺ വെർഗീസ്, ജിമ്മി ജോയ്, ജോഷി പെരേപ്പാടൻ, കൃഷ്ണൻകുട്ടി TP, നിയാസ്, PC ഗോപി,
PK ഗാബി, പോൾസൺ ഓളാട്ടുപുരം, പ്രീജ ഉണ്ണികൃഷ്ണൻ, ഷിൻഡോ എടാട്ടുകാരൻ, സിന്ധു അശോകൻ, തോമസ് പഞ്ഞിക്കാരൻ, വിജയ കുറുപ്പ്, വിൽസൺ കാഞ്ഞൂത്തറ, ബൈജു വാണിയമ്പള്ളി, ജോർജ് PI, ജോയ് MJ, സെൻസൻ എന്നീ 21 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. മാള കോഓപ്പറേറ്റീവ് ബാങ്ക് കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ക്രമക്കേടുകൾ സംബന്ധിച്ച് നേരത്തെ വിജിലൻസ് അന്വേഷണവും നടന്നിരുന്നു. നിക്ഷേപകർക്ക് നിലവിൽ പണം കിട്ടുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട DYSP സുരേഷ് KGയും മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ സശിവിയും സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് ഉപയോഗിച്ച് മട്ടന്നൂർ സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 4 കോടിയിലധികം രൂപ തട്ടിയ പ്രതികൾ ചെന്നൈയിൽ നിന്ന് പിടിയിലായി. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശി മെഹബൂബും എറണാകുളം സ്വദേശി റിജാസുമാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ പിടിയിലായത്. അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 4,43,00,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. 2 മാസം മുമ്പ് അപ്സ്റ്റോക്ക് എന്ന വെരിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷന്റെ വ്യാജ പതിപ്പുമായാണ് പ്രതികൾ സമീപിച്ചത്. അംഗീകൃതമായ സ്റ്റോക്ക് വാങ്ങുന്നവരാണെങ്കിൽ പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഡോക്ടർമാരായ ഭർത്താവിന്റെയും ഭാര്യയുടെയും 3 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പ്രതികളുടെ 20 അക്കൗണ്ടുകളിലേക്ക് 4,43,00,000 രൂപ മാറ്റുകയായിരുന്നു. പിന്നീട് 7 കോടിയോളം ആവശ്യപ്പെട്ടതോടെയാണ് ഡോക്ടർ ദമ്പതികൾക്ക് സംശയം തോന്നിയത്. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട സംഘം കൂടുതൽ പേരെ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് സൂചന നൽകി. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തട്ടിപ്പ് സംഘത്തിലെ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ പുത്തൻപീടികയിൽ പനി ബാധിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. തേക്കാനത്ത് സ്വദേശി ബിജുവിന്റെ മകൾ അലക്സിയയാണ് മരിച്ചത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ D.Pharm വിദ്യാർത്ഥിനിയാണ്. പനി ബാധിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അലക്സിയ. ചാലക്കുടിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്ന അലക്സിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനിടെ ആരോഗ്യനില മോശമായതോടെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പനി ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെയാണ് പനി പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിലേക്ക് PP ദിവ്യയ്ക്ക് ക്ഷണമില്ല. പരിഭവം പരസ്യമാക്കിയ ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരാമർശിക്കാതെ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്കും മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പ്രത്യേക പ്രശംസ അറിയിച്ചുകൊണ്ടാണ് PP ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നത്. PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ഈ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കില്ലെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷം. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് 70 കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിനായി അനുവദിക്കുന്നത്. KK ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിരവധി തവണ റിവ്യൂ മീറ്റിംഗ് നടത്താനും ആദ്യഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടക്കാനും ടീച്ചറുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് കണ്ണൂർ മണ്ഡലം MLA കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ഇടപെടൽ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 800 പേർ OPയിൽ വന്നെടുത്ത് ഇന്ന് ദിവസേന 3500 പേർ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും കരുതലിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാണ്. സ്വകാര്യ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചിലവിൽ നിന്നും സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ചികിത്സ. കൂടുതൽ പേർക്ക് മികച്ച ചികിത്സ ലഭിക്കാൻ സാധ്യമാവട്ടെ. ഇന്ന് രാവിലെ ആദ്യത്തെക്കാൾ ബഹുമാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടേതായിരുന്നു. നമ്മുടെ സ്വപ്ന പദ്ധതി യഥാർത്ഥ്യമാകുന്നതിലെ സന്തോഷം പങ്കിടാൻ മറക്കാതെ ഓർത്തുവിളിച്ചതിന് പ്രത്യേകം നന്ദി സർ. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികളായ 3 യുവാക്കൾ അറസ്റ്റിലായി. ചൊവ്വ കനകവള്ളി റോഡ് സ്വദേശി VV സംഗീത് 20, എടച്ചൊവ്വ ആനപ്പാലം ഗംഗോത്രിയിൽ K അഭിഷേക് 20, വൈദ്യർപീഡിയ സ്വദേശി P ആകാശ് 20 എന്നിവരാണ് പിടിയിലായത്. എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 15 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച് 6 മാസം മുമ്പ് കണ്ണൂരിലെ ലോഡ്ജിലെത്തിച്ച് ബലപ്രയോഗത്തിലൂടെ മയക്കുകിടത്താനുള്ള ദ്രാവകം കൊടുപ്പിച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി.